안녕하세요, 블랙핑크입니다. 안녕하세요, 블랙핑크의 제니입니다. 네, 안녕하세요. 블랙핑크의 리사입니다. 네, 안녕하세요. 블랙핑크의 지수입니다. ഇന്നത്തെ വീഡിയോ ബ്ലാക്ക് പിങ്ക് കെ പോപ്പ് ബാൻഡിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് അലക്സ എൽ വി വ്ളോഗ്സ്. ജീസോ, ജെനി, റോസ്, ലിസ എന്നീ 4 ഗേൾസ് അടങ്ങുന്ന ഗ്രൂപ്പാണ് ബ്ലാക്ക് പിങ്ക്. ഫസ്റ്റ് നമുക്ക് ജീസുവിനെ കുറിച്ച് നോക്കാം. ജീസുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിലെ മെയിൻ വോക്കലിസ്റ്റ് ആണ് ജീസു. 2011 ആണ് ജീസു YG എൻ്റർടൈൻ കമ്പനിയുടെ ഓഡീഷനിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ജീസു തൻ്റെ 16-ാം വയസ്സിൽ തന്നെ YG എൻ്റർടൈൻ കമ്പനിയുടെ ട്രെയിനിയായി. 5 വർഷത്തെ ട്രെയിനിങ്ങിന് ഇടയിൽ 2013 ജീസുവിനെ ബ്ലാക്ക് പിങ്കിൻ്റെ ഫസ്റ്റ് മെമ്പറായിട്ട് പ്രഖ്യാപിച്ചു. ജീസുവിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഈ ഗ്രൂപ്പിലെ ഓൾഡസ്റ്റ് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ അൺഒഫീഷ്യലി ലീഡറായിട്ട് നമുക്ക് കണക്കാക്കാം ലിസുവിനെ. രണ്ടാമതായിട്ട് ജെന്നിയാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡിംഗ് റാപ്പറും വോക്കലിസ്റ്റും. ജെന്നി ജനിച്ചത് സൗത്ത് കൊറിയയിലാണ്. 2010 തൻ്റെ 16-ാം വയസ്സിൽ ആണ് YG എൻ്റർടൈൻമെൻറ്റിൻ്റെ ട്രെയിനി ആയത്. 6 വർഷമായിരുന്നു ജെന്നിയുടെ ട്രെയിനിങ് പീരീഡ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പിങ്കിലെ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ടൈം എടുത്ത ആള് ജെന്നിയാണ്. ജെന്നിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ബ്ലാക്ക് പിങ്കിൻ്റെ ആദ്യത്തെ ആൾ അല്ലെങ്കിൽ സോളോ പോയിട്ടുള്ള ആദ്യത്തെ ആൾ ജെന്നിയാണ്. മൂന്നാമത്തെ ആൾ റോസ്. ബ്ലാക്ക് പിങ്കിലെ മെയിൻ വോക്കലിസ്റ്റ് ആണ് റോസ് ജനിച്ചത് ന്യൂസിലൻഡിൽ ആണെങ്കിലും വളർന്നതൊക്കെ ഓസ്ട്രേലിയയിലാണ്. 2012 തൻ്റെ 16-ാം വയസ്സിൽ ആണ് YG എൻ്റർടൈൻമെൻറ്റ് ട്രെയിനി ആയി റോസ് എത്തുന്നത്. ഗ്രൂപ്പിൽ അവസാനമായി ജോയിൻ ചെയ്ത ആൾ റോസ് ആണ്. 4 വർഷമാണ് റോസിൻ്റെ ട്രെയിനിങ് പീരീഡ്. നാലാമത്തെ ആൾ ലിസ. മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലിസ. തായ്, റാപ്പ്, സിംഗർ, ഡാൻസ് എന്നീ മേഖലകളിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. തായ്ലൻഡിലാണ് ലിസയുടെ ജനനം. ലിസ ബ്ലാക്ക് പിങ്കിന് മെമ്പർ ആവുന്നതിന് മുമ്പ് തന്നെ ഡാൻസിങ് വീഡിയോസിലും സോങ്സിലും മോഡലിംഗിലും എല്ലാം കഴിവ് തെളിയിച്ചിരുന്നു. ഗ്രൂപ്പിലെ മറ്റു 3 മെമ്പേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ലിസ ഈസ് എ ഡാൻസിങ് മിഷൻ എന്നാണ് അവർ പറയുന്നത്. ഡാൻസിങ്ങിൽ അപാരമായിട്ടുള്ള കഴിവുള്ള ഒരാളാണ് ലിസ. ലിസയുടെ മറ്റൊരു പ്രത്യേകത കെ പോപ്പ് ഐഡൽസിലെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള ആള് ലിസയാണ്. ഇനി ഇവരുടെ 4 പേരുടെ സ്റ്റേജ് നെയിംസിനെയും റിയൽ നെയിംസിനെയും കുറിച്ച് നോക്കാം. ജെനിയും ലീസും തങ്ങളുടെ റിയൽ നെയിം തന്നെയാണ് സ്റ്റേജ് നെയിമായിട്ട് ഇട്ടിട്ടുള്ളത്. കിം ജെനി, കിം ജീസു എന്നാണ് അവരുടെ റിയൽ നെയിംസ്. റോസിന്റെ റിയൽ നെയിം റോസിനി പാർക്ക് എന്നും ലിസയുടെ റിയൽ നെയിം പ്രിയ മനോവൽ എന്നുമാണ്. ഈ 4 പേരുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഗേൾസ് ആണ് ഇവര്. ഡാൻസ്, സോങ്, റാപ്പിംഗ് ഇതിനൊക്കെ പുറമെ തന്നെ 5ഓളം ഭാഷകൾ ഇവർക്ക് ഓരോരുത്തർക്കും സംസാരിക്കാൻ അറിയാം. ലിസുവിന് കൊറിയൻ, ജാപ്പനീസ്, ചൈനീസ് എന്നീ ഭാഷകൾ അറിയാം. കൂട്ടത്തിൽ ലിസുവിന് മാത്രമാണ് കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന ആള്. റോസിന് ഇംഗ്ലീഷ്, കൊറിയൻ, ജാപ്പനീസ് എന്നീ ഭാഷകൾ അറിയാം. ഇത്തരത്തിലുള്ള പല ലാംഗ്വേജസ് ഇവർക്ക് അറിയുന്നത് കൊണ്ട് പല കൺട്രിയിലുള്ള ഇവരുടെ ഫാൻസുമായി പെട്ടെന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ഇവർക്ക് കഴിയും. ഇനി ബ്ലാക്ക് പിങ്കിന്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. BTS അവരുടെ ഫാൻസിനെ ആർമി എന്ന് വിളിക്കുന്ന പോലെ തന്നെ ബ്ലാക്ക് പിങ്കിന് അവരുടെ ഫാൻസിനും ഒരു പേരുണ്ട്. ബ്ലിങ്ക് എന്നാണ് അവർ വിളിക്കുന്നത്. ഇനി ബ്ലാക്ക് പിങ്കിന് എങ്ങനെ ഈ പേര് വന്നേന്ന് നോക്കാം. യഥാർത്ഥത്തിൽ പിങ്ക് എന്നതിൻ്റെ അർത്ഥം വരുന്നത് ക്യൂട്ട്നെസ് എന്നൊക്കെയാണ് വരുന്നത്. എന്നാൽ ബ്ലാക്ക് പിങ്കിന് വരുന്ന ഒരു ഡീപ്പറിംഗ് മീനിങ് തന്നെയാണ്. ഇൻക്രെഡിബിൾ, ടാലൻറ്റഡ്, ക്യൂട്ട്നെസ്, പ്രിറ്റിനെസ് എന്നൊക്കെയാണ് ഇതിനർത്ഥം വരുന്നത്. ബ്ലാക്ക് പിങ്കിന് സ്വന്തമായിട്ടൊരു റിയാലിറ്റി ഷോയും കൂടെ ഉണ്ട്. അതിന് പേര് വരുന്ന ബ്ലാക്ക് പിങ്ക് ഹൗസ് എന്നാണ്. ആ കുഞ്ഞു വീട്ടിൽ അവർ 4 പേര് നടത്തുന്ന ചില സംഭാഷണങ്ങളും ചില ആക്ടിവിറ്റീസുകളുമാണ് ആ ഷോയിൽ ഉള്ളത്. ബ്ലാക്ക് പിങ്കിൻ്റെ മ്യൂസിക് യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള 2ാമത്തെ യൂട്യൂബ് ചാനൽ ആണ് ബ്ലാക്ക് പിങ്കിൻ്റെ. 1ാമത്തെ ജസ്റ്റിൻ ബീബറിൻ്റെ ആണ്. ബ്ലാക്ക് പിങ്ക് 9 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ ഉള്ള 4 പേര് ഒഴിച്ചും ബാക്കിയുള്ള 5 പേരും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ് ചെയ്തത്. അന്ന് ബ്ലാക്ക് പിങ്കിൻ്റെ പേര് പിങ്ക് പങ്ക് എന്നായിരുന്നു. ഇനി നമുക്ക് ആ 5 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. കിൻ ഉൻവി, അന്ന, ജെനി, യൂന ആൻഡ് മിയോൺ. അന്നത്തെ ബ്ലാക്ക് പിങ്കിലെ 5 പേരാണ് ഇവർ. ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് പിങ്കിൽ ജീസു, ജെന്നി, റോസ്, ലിസ ഈ 4 പേരല്ലാതെ വേറൊരാളെ നമുക്ക് കാണാൻ കഴിയില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവർ ഓരോ സോങ്സിനും മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഇവർക്ക് ലഭിക്കുന്നത്. വലിയ സെലിബ്രിറ്റീസ് ആയവർ വരെ ഇന്ന് ബ്ലാക്ക് പിങ്കിൻ്റെ ഫാൻസാണ്.
ബ്ലാക്ക് പിങ്ക് തെളിയിച്ച വേറൊരു കാര്യമാണ് ഒരുപാട് വലിയ സോങ്സ് ഒന്നും വേണ്ട ഹിറ്റാകാൻ. 2018 കണക്കനുസരിച്ച് ബെസ്റ്റ് ഫീമെയിൽ K-pop ബാൻഡ് എവർ എന്നാണ് ബ്ലാക്ക് പിങ്കിനെ വിശേഷിപ്പിച്ചിരുന്നത്. ബ്ലാക്ക് പിങ്കിൻ്റെ മറ്റൊരു സവിശേഷതയാണ് അവർ ചെയ്യുന്ന വീഡിയോസിന് എല്ലാം ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ ക്വാളിറ്റിക്ക് ആയിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. ചാരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലാക്ക് പിങ്ക് ഒട്ടും പുറകിലല്ല. 2019 ഏപ്രിലിൽ സൗത്ത് കൊറിയയിൽ ഒരു വൈൽഡ് ഫയർ ഉണ്ടായി. അതിന് ബ്ലാക്ക് പിങ്ക് നൽകിയത് 40 മില്യൺ വോൺ ആയിരുന്നു. ഓരോ മെമ്പറും 10 മില്യൺ വോൺ വെച്ചായിരുന്നു അതിലേക്ക് ഡൊണേഷൻ ചെയ്തത്. ഇനി ബ്ലാക്ക് പിങ്കിൻ്റെ ഓരോ മെമ്പേഴ്സിൻ്റെ റവന്യൂ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത് ലിസയ്ക്ക് ആണ്. $10 മില്യൺ ആണ് ലിസയ്ക്കുള്ളത്. ബാക്കിയുള്ള 3 മെമ്പേഴ്സിനും $8 മില്യൺ ആണുള്ളത്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.